ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ 13 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വിസ്തീർണം കാണുക. നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്, ഏരിയ കാണണം. നമുക്ക് ആദ്യം ഇത് മട്ട ത്രികോണമാണോ നോക്കാം, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ നോക്കാം. അതെങ്ങനെ നോക്കുക? ഇതിലത്തെ വലിയ വശം എടുക്കുക, എത്ര? 15. അതിൻ്റെ സ്ക്വയർ കാണുക, എത്രയാണ്? 225. അതായത് കർണത്തിൻ്റെ സ്ക്വയർ കണ്ടു. ഇനി ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ കാണുക, 13 സ്ക്വയർ 14 സ്ക്വയർ. 13 സ്ക്വയർ 169, 14 സ്ക്വയർ 196. അതായത് പാദം സ്ക്വയറും ലംബം സ്ക്വയറും കണ്ടു. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്യുമ്പോൾ കർണം സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് കൂട്ടി നോക്കൂ. 6 9 15, ശിഷ്ടം 1 9 10 6 16, 1 2 3. ഇത് രണ്ടും തുല്യമല്ല. അപ്പോൾ പാദം സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. പൈത്തഗോറസ് സിദ്ധാന്തം ശരിയാവുന്നില്ല. അതുകൊണ്ട് മട്ട ത്രികോണം അല്ല, റൈറ്റ് ട്രയാങ്കിൾ അല്ല. മട്ട ത്രികോണം ആയിരുന്നെങ്കിൽ നമുക്ക് സൂത്രവാക്യം എളുപ്പമാണ്, അര BH, അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം ചെയ്യാം. പക്ഷെ അത് പറ്റില്ല. അപ്പോൾ എന്താ സൂത്രവാക്യം? വിസ്തീർണത്തിന് സൂത്രവാക്യം √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C എന്നാണ് വില കൊടുക്കുക. ഈ S എന്ന് പറഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതിയാണ്, ചുറ്റളവിൻ്റെ പകുതി. അതായത് ഇത് മൂന്നും കൂടി കൂട്ടി പകുതി എടുക്കുക. 15 4 19 10 29, 3 32 10 42ൻ്റെ പകുതി 21. അപ്പോൾ എസിന് വേറെ നമ്മൾ 21 എന്ന് എഴുതുക. ഇൻറ്റു S നീ കുറയ്ക്കുക. 21 ആദ്യത്തെ വശം കുറച്ചാൽ 8 കിട്ടും. 21 അടുത്ത വശം കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടും. 21 അടുത്ത വശം കുറച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. നമുക്കിതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അഭാജ്യ ഘടകങ്ങളായി പിരിച്ച് എഴുതുക. 21 നമുക്ക് 7 ഇൻറ്റു 3 എന്ന് എഴുതാം. 8 നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. 7 അതുപോലെ 2 ഇൻറ്റു 6 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇനി ഇതിനെ കൂട്ടങ്ങളായിട്ട് എഴുതുക. അതായത് ഒരു 7 7 സ്ക്വയർ ഇൻറ്റു ഒരു 3 സ്ക്വയർ ഇൻറ്റു ഒരു 2 ക്യൂബും ഒരു 2ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ 2 ഘാതം 4 ആവും. 2 ക്യൂബും 2ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് കാണണമെങ്കിൽ എന്താ ചെയ്യുക? കൃത്യംഗങ്ങളുടെയൊക്കെ പകുതി എടുക്കുക. 7 സ്ക്വയറിൻ്റെ റൂട്ട് 7, 7 ഘാതം 1 പറഞ്ഞാൽ 7. അതുപോലെ 3 സ്ക്വയറിൻ്റെ റൂട്ട് 3 ഇൻറ്റു 2 ഘാതം 4ൻ്റെ പകുതി 2 ഘാതം 2. 2 സ്ക്വയർ എത്ര? 4 4 3 17. ഉത്തരം 84 സെൻറ്റിമീറ്റർ സ്ക്വയർ.